11 ദിവസത്തെ കാത്തിരിപ്പിനും നാടകീയ നീക്കങ്ങൾക്കും ശേഷം കേരളത്തിന്റെ 13ാം മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ. ഡൽഹിയിൽ അരങ്ങേറിയ അതിനാടകീയ രംഗങ്ങൾക്ക് ശേഷമായിരുന്നു വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി AICC നേതൃത്വം പ്രഖ്യാപിച്ചത്. MLA-മാരുടെ തലയെണ്ണത്തേക്കാൾ അണികളുടെ വികാരം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർണായക തീരുമാനം. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി ഗവർണർക്ക് കത്ത് നൽകി. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. ഏറെ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സംസ്ഥാനത്തെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി. വനവാസമല്ല ഇനി പട്ടാഭിഷേകം എന്ന് മുദ്രാവാക്യം ഉയർത്തിയ പ്രവർത്തകർ പലയിടത്തും മധുര പലഹാര വിതരണവും നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതുയുഗ കേരളത്തിനാണോ ഇനി സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക? കാണാം RDX റാവ്. ഉച്ചയ്ക്ക് 12 മണിക്ക് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദീപാദാസ് മുൻഷിയാണ് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായകമായി. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഗ്രൗണ്ട് ലെവലിലുള്ള ജനപ്രീതിയും പിന്തുണയും വി ഡി സതീശന് അനുകൂലമായി. ജനങ്ങൾ നൽകിയത് വലിയ ഉത്തരവാദിത്തമാണെന്നും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാ പിന്തുണയും നൽകിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. KPCC ആസ്ഥാനത്തെത്തിയ വി ഡി സതീശന് വമ്പൻ സ്വീകരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. മുഖ്യമന്ത്രി പദവി സ്ഥാനത്തേക്ക് തഴയപ്പെട്ടതിൽ നിരാശ മറച്ചുവെക്കാതെയായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. സീനിയറായിട്ടും തന്നെ പരിഗണിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങൾക്ക് പോലും മുഖം നൽകാതെ തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ടെ വീട്ടിലേക്ക് പോയി. ജനവിധിയെ അംഗീകരിക്കുന്ന തീരുമാനമാണ് ഉണ്ടായതെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിനും മുസ്ലിം ലീഗിനുമെതിരെ ആഞ്ഞടിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്തെത്തി. RDX റാവ് ന്യൂസ് മലയാളം. ജനങ്ങൾ നൽകിയത് വലിയ ഉത്തരവാദിത്തമാണെന്നും വ്യക്തിപരമായല്ല ദൈവിക നിയോഗമായിട്ടാണ് ഇപ്പോൾ ലഭിച്ച സ്ഥാനത്തെ കാണുന്നതെന്നും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ പറഞ്ഞു. പുതിയ കേരളത്തെ സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിൻ്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി ഡി സതീശൻ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. പാപ്പരായ സംസ്ഥാനത്തെ കരകയറ്റാൻ സതീശൻ ആദ്യം കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരുമെന്നും സംസ്ഥാനത്തെ കരകയറ്റാൻ കുറച്ച് സാവകാശം നൽകണമെന്നും AK ആന്റണി പറഞ്ഞു. ഒന്നിനു വരെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് മുണ്ട് കൊടുക്കേണ്ടി വരും, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുറച്ചുകൂടി കേരളത്തിന് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. അത്ര തരിപ്പണമായി സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശൻ സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സതീശന് കിട്ടിയ ജനപിന്തുണ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നും സതീശനിൽ കേരളത്തിന് പ്രതീക്ഷയുണ്ട് എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. അധികാരം ലഭിക്കുമ്പോൾ അടുത്തുകൂടുന്ന ചങ്ങാതിമാരെ കരുതലോടെ നേരിടണമെന്നും സതീശന് സുധീരന്റെ ഉപദേശം. ജനാധിപത്യ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനവികാരം തീർച്ചയായും നിയമസഭാ സമാജിയുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. അതെല്ലാം കണക്കിലെടുക്കുന്നതാണ്. സതീശന് കിട്ടിയതുപോലെ ഒരു വ്യാപകമായ പിന്തുണ ഞാൻ ഒരു സന്ദർഭത്തിലും കണ്ടിട്ടില്ല. ഈ അധികാരം വരുമ്പോൾ അടുത്തുകൂടുന്ന ചില ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെ കരുതലോടെ കൈകാര്യം ചെയ്യണം. ഹൈക്കമാൻഡ് തീരുമാനത്തിനൊപ്പമെന്നും സതീശൻ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും K സുധാകരൻ വ്യക്തമാക്കി. മുസ്ലിം ലീഗിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും K സുധാകരൻ അഭിപ്രായപ്പെട്ടു.
പാർട്ടിയല്ലേ, നമ്മളൊരു പാർട്ടിയല്ലേ, പാർട്ടീൻ്റെ അകത്ത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അങ്ങ് KC-യുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയുന്നുണ്ടായി. അതിന് പകരം വീട് വരുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അതെന്താ എല്ലാവരും എല്ലാവരും ഒരുപോലെയല്ലേ? ഇവർ രണ്ടുപേരും നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തൂണുകളല്ലേ? നമുക്കെന്താ അതിനകത്ത് കുറവ്? ഹൈക്കമാൻഡ് കൈക്കൊണ്ടത് ജനവികാരം മാനിച്ചുള്ള തീരുമാനമെന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം. ഘടകകക്ഷികളെ പലവട്ടം കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായെന്നും ഹൈക്കമാൻഡ് തീരുമാനത്തെ ലീഗ് സ്വാഗതം ചെയ്യുന്നുവെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു. MP-മാർ, MLA-മാർ, എല്ലാ ജനാധിപത്യ പ്രക്രിയകളും അവർ വിശദമായിട്ട് തന്നെ അവർ ചർച്ച ചെയ്തു. ഞങ്ങൾ ഘടകകക്ഷികളുടെ തീരുമാനവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഒന്നിലേറെ തവണ അവർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഖാർഗെജി ഞങ്ങളൊക്കെ വിളിച്ചു, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞു. സുനിഷേ, കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വന്നത് KC വേണുഗോപാലിൻ്റെയാണ്. അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹം പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം, സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടിക്ക് അതീതമായ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു മുനവച്ച സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതും വാസ്തവമാണ്. വേണമെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം കൂടി കൊടുത്തേക്കാമെന്നുള്ള ഉദാരത കൂടി അദ്ദേഹം അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും വളരെ ശുഭപര്യവസായിയായി കോൺഗ്രസിലെ ഈ ചർച്ചകൾ അവസാനിച്ചു എന്ന് നമുക്ക് തൽക്കാലം കരുതാം. രമേശ് ചെന്നിത്തലയ്ക്ക് പരിഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി പൊതുവെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നു. ഈ തീരുമാനങ്ങളെക്കുറിച്ച്, അതിനുശേഷം ഇനി സതീശൻ നേരിടാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച്, സതീശനിലുള്ള പ്രതീക്ഷകളെക്കുറിച്ച് എന്താണ് സതീഷിന് പറയാൻ? ഇതിനകത്ത് ഹർഷ, നമ്മളിപ്പോൾ ഇതിന് ശേഷം നമ്മളീ പറഞ്ഞ ഇതിലേക്ക് പോയതും ഇത് RCAയും KCAയും ഒക്കെ എങ്ങനെ ബാധിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടി പറയാനുണ്ട് സതീഷ്. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ആ കാര്യങ്ങൾ നാളെ കൊണ്ട് തന്നെ ആ കാര്യത്തിൽ തീരുമാനമാവുന്നതാണ്. എന്തായാലും ഇന്നിപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ദിവസമാണ്. അതായത് നമുക്കൊരു മുഖ്യമന്ത്രിയെയും ഒരു പ്രതിപക്ഷ നേതാവിനെയും കിട്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ പ്രതിപക്ഷ നേതാവായിട്ടും പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മുഖ്യമന്ത്രിയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കസേര മാറിയിരിക്കുന്നു എന്നതാണ്. അത് എളുപ്പത്തിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും മുമ്പുണ്ടായിട്ടില്ല സമീപകാലത്തൊന്നും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ അങ്ങേയറ്റം സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം തന്നെയും ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ഭാഗം ഈ സതീശനെ, VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കാം. വർഷ, അതായത് അങ്ങേയറ്റം അർഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ് VD സതീശനെ തേടി വന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, കോൺഗ്രസ് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നതുമാണ്. അതിപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ VD സതീശന് അദ്ദേഹം അർഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിന് അദ്ദേഹത്തെയും വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഒരു പഴുതുമില്ലാത്ത വിധം സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ അക്കാര്യത്തിലും ഒരല്പം വൈകിട്ടുണ്ട്. ശരി തന്നെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വൈകിയെങ്കിലും കൃത്യമായിട്ട് ഈ സ്റ്റാൻഡിലേക്ക് വന്നതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെയും ഒരു സാധാരണ പൗരൻ, കേരളത്തിലൊരു പൗരൻ എന്ന നിലക്ക് അഭിവാദ്യം ചെയ്യാനും സന്തോഷം രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അറിയിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകളോട് ചേർന്ന് നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് VD സതീശൻ അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിച്ച് മുഖ്യമന്ത്രിയാകുന്നത് എന്നത് എന്നെ അത്യധികമായിട്ട് വളരെയധികം സന്തോഷിക്കുന്നു. കോൺഗ്രസിനൊന്നും വോട്ട് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ടർ എന്ന നിലക്കല്ലാതെയുള്ള രാഷ്ട്രീയ സാമൂഹിക ജീവിതമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം ആ കാര്യത്തിൽ അദ്ദേഹത്തോട് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ ആവർത്തിച്ച് വിളിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അത് വസ്തുതാപരമാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അവരവരുടെ ഈ സിംബോളിക്കായിട്ടുള്ള അടയാളപ്പെടുത്തലിലൂടെയും പ്രസ്താവനകളിലൂടെയും ഒക്കെയാണല്ലോ അവരുടെ രാഷ്ട്രീയം, അതായത് അത്തരം ലൗഡായിട്ടുള്ള പ്രകടനങ്ങളുടേതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കല. അത് സട്ടിലായിട്ട് അവർ മനസ്സിലെന്ത് വിചാരിക്കുന്നു എന്നതല്ല, അത് പുറത്തുനിന്ന് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കേരളത്തിന് ഒരു മതേതരവും ഇടതുപക്ഷത്തോട് ചേർന്നതുമായിട്ടുള്ള, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നതുമായിട്ടുള്ളൊരു മനസ്സുണ്ട് എന്നത് തിരിച്ചറിയുകയും ആ മനസ്സിനെ ബലപ്പെടുത്തുകയും ചെയ്ത, അതിനൊപ്പം ചേർന്ന് ആ മനസ്സിനൊപ്പം ചേർന്ന് പോയൊരു ആളാണ് VD സതീശൻ എന്ന് വിചാരിക്കാനാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേണമെങ്കിൽ മറ്റ് തരത്തിലൊക്കെ ആകാമായിരുന്ന ഒരു രാഷ്ട്രീയ കാലത്ത്, പക്ഷേ അദ്ദേഹം
പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്. അക്കാര്യത്തിൽ നാം പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. വിട്ടുവീഴ്ചയേ ഉണ്ടായിരുന്നില്ല. മറ്റ് പല നേതാക്കളും, ഈവൻ KC വേണുഗോപാൽ പോലും ഒന്ന് ഇളകിയപ്പോൾ പോലും VD സതീശന് പ്രകടമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യത്തിൽ നമുക്കറിയില്ല ആന്തരികമായിട്ട് എന്താണ് നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊന്നും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രകടമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ ഒരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ, അതായത് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള തെറിവിളികൾക്ക് ഇരയാക്കിയിട്ടും VD സതീശന് ഒരു ഇടയിളക്കവും ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റാരാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് ചോദിക്കുമ്പോൾ VS അച്യുതാനന്ദനെ പോലെ മഹത്തായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ ചില സവിശേഷമായ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ സ്ത്രീപക്ഷമായിട്ടുള്ള ഇത്തരം കേസുകളിൽ എന്ത് നിലപാടെടുക്കണം, എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് കേരളത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് VD സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തേത്, മതപരമായിട്ട് അങ്ങേയറ്റം വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലൊരാൾ ആവർത്തിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷത്തുള്ള നേതാക്കളെ പോലെയല്ല UDF-നകത്തുള്ള നേതാക്കൾക്ക് SNDP-യുടെയും NSS-ൻ്റെയും ഒക്കെ തുറന്ന പിന്തുണ, സാമുദായിക നേതാക്കളുടെ തുറന്ന പിന്തുണ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യം കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കെ ഒരിടയിളക്കവുമില്ലാതെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ VD സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അദ്ദേഹം അവരെ ചീത്ത വിളിക്കാനൊന്നും പോയില്ല, പക്ഷേ അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയേ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെയും മറ്റും കാര്യം പറയുന്നുണ്ടല്ലോ, അത് ഈ മുസ്ലിം ലീഗും മറ്റുമൊക്കെ മുസ്ലിം ലീഗിനൊക്കെ എതിർക്കുന്നതായിട്ട് ഇപ്പോൾ BJP കാണുന്നത് നമ്മൾ അടുത്ത വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് അപ്പോൾ വന്നോളാം. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും തനിക്കൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ചു. എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അവർക്കില്ല എന്ന മട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ചു അദ്ദേഹം വന്നു. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പിശകാണ് എന്ന് ഞാൻ പറയുമ്പോഴും അദ്ദേഹം ആ കാര്യത്തിൽ കാണിച്ച സ്ഥൈര്യം എന്നത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ കഴിവായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം. അത് ഇതുപോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് തനിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു സൂചനകളെല്ലാം ഉള്ള ഒരു കാര്യത്തിൽ പോലും അദ്ദേഹം അങ്ങനെ ഉറച്ചു നിന്നു എന്നത് എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു കൗതുകം കൂട്ടി എന്നതും അവിടെയുണ്ട്. പക്ഷേ അപ്പോഴും 102 സീറ്റ് കിട്ടുക, 100-ലേറെ സീറ്റ് കിട്ടും, അത് കഴിഞ്ഞാൽ വനവാസത്തിന് പോകുന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും എന്ന പോലെ പിന്നെ ഞാനും അത് കുറച്ച് കടന്ന വർത്തമാനമാണല്ലോ എന്ന മട്ടിലാണ് കണ്ടിരുന്നത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായത് VD സതീശൻ്റെ ആകപ്പാടെയുള്ള അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു കഴിവുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്ന ആളെയല്ല ഞാൻ ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും. അത് ഏത് തെരഞ്ഞെടുപ്പ് വിജയവും പല രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർന്ന് വരുന്നതാണ്. 10 വർഷമായിട്ട് ഒരു സർക്കാർ ഭരിക്കുകയാണ്, അവരുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അവരുടെ ചില പ്രധാനപ്പെട്ട ചില സംഗതികൾ വീണുപോയിട്ടുണ്ട്, ചില കാര്യങ്ങൾ അത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിധി വന്നത്. അപ്പോൾ പല ഘടകങ്ങൾ, ഇപ്പം KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള അനേകം നേതാക്കൾ, ഘടകകക്ഷികളുടെ നേതാക്കൾ, മുസ്ലിം ലീഗിനെ പോലുള്ള ശക്തരായിട്ടുള്ള ഘടകകക്ഷികൾ, ഇവരെല്ലാം ആഞ്ഞ് പണിയെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതിന് VD സതീശൻ്റെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ മറ്റു എല്ലാവരെയും പോലെ കരുതുന്നില്ല. എല്ലാവരെയും പോലെ തന്നെ അവരെല്ലാം പലരും അങ്ങനെയാണല്ലോ, എല്ലാവരും കൂട്ടായുള്ള നീക്കമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് VD സതീശൻ ഒരു ഘട്ടത്തിൽ പോലും സ്വന്തം നിലപാടിൽ നിന്നൊരൽപ്പം വിട്ടുവീഴ്ച പോലും വരുത്താതെ കേരളത്തിൻ്റെ ഇത്തരം ഇടതുപക്ഷ മതേതര മനസ്സ് എന്നൊക്കെ പറയാവുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലെ സവിശേഷതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവായിട്ട് തന്നെ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും പുറത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നത് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇതിലേക്ക് കാര്യങ്ങൾ എത്തി അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്നതിനെ വളരെ സന്തോഷത്തോടെ കാണുകയാണ് കേരള സമൂഹം ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ പോയിൻ്റാണെന്നോട് പറയാം, അതായത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഹൈക്കമാൻഡിന് മറിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. KC വേണുഗോപാൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകേണ്ടുന്ന അത്രക്ക് തന്നെ കഴിവും അനുഭവപരിചയവും ഒക്കെയുള്ള വലിയ നേതാവാണ്. അദ്ദേഹത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാമായിരുന്നു. രമേശ് ചെന്നിത്തല സീനിയോറിറ്റി ഉള്ള ആളാണ്. കുറേ കൂടെ സെൻറ്റിമെൻ്റലായിട്ട് നമ്മൾ നോക്കിയാൽ രമേശ് ചെന്നിത്തലയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് കൊടുത്താലും ഇവിടെ നമ്മളത് അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും എത്തേണ്ടുന്നത് VD സതീശനിലേക്കായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ VD സതീശന് ഇത് കൊടുത്തില്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കും. അതായത് നമ്മളിപ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് വയനാട്ടിൽ ഭരിക്കുമ്പോൾ ലീഗിൻ്റെ പതാക ഉയർത്തരുത് എന്ന് പറയുന്ന പാർട്ടിയാണത്. അതിന് അവിടെ തിരിച്ചടി ഉണ്ടാകും. വ്യാജമായിട്ടും അങ്ങേയറ്റം തെറ്റായിട്ടാണെങ്കിലും അവിടെ തെറ്റായ പ്രചാരണങ്ങൾ ഉയർത്തുന്നതുകൊണ്ട് ഈ പതാക ഉയർത്തരുത് എന്ന് പറയാൻ നിർബന്ധിതരായിട്ടുള്ളൊരു പാർട്ടിയാണത്. പക്ഷേ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം അതേ ആരോപണം വന്നപ്പോൾ പോലും VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഇവിടെ ഇങ്ങനെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് നയിക്കുന്നത്, അവരാണ് തീരുമാനമെടുക്കുന്നതെന്ന ആരോപണം പല ഭാഗത്തു നിന്നും വരും എന്നറിഞ്ഞിരുന്നിട്ട് പോലും പക്ഷേ ഇത്
കൃത്യമായിട്ടും വി ഡി സതീശൻ അർഹതപ്പെട്ടതാണ്. വി ഡി സതീശനാണ് കേരളത്തെ ഈ ഘട്ടത്തിൽ നയിക്കാൻ ഏറ്റവും കൊള്ളാവുന്നയാൾ എന്ന തീരുമാനത്തിലേക്ക് അവരെത്തിയെന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പല കാര്യത്തിലാണ് നമ്മൾ വിമർശിച്ചു. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ പറ്റി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നല്ലത് പറയേണ്ടുന്നൊരു അവസരമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേണമെങ്കിൽ വി ഡി സതീശനെ പറ്റി വീണ്ടും പറയാം, പക്ഷേ ഞാൻ 2 മിനിറ്റ് കൂടി എടുത്ത് അതും കൂടി പറഞ്ഞു നിർത്താം. എന്നാൽ പിന്നെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, വി ഡി സതീശനെ ഇപ്പോൾ നമ്മൾ വായനക്കാരനായിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്കാണ് കാണുന്നത്. അതായത് ഇന്നിപ്പോൾ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിട്ടതിൽ പോലും വളരെ വ്യാപകമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവരും ഉപയോഗിക്കുന്നൊരു ഫോട്ടോ ഈ ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന യാനിസ് വാരൂഫാക്കീസിൻ്റെ ഒരു പുസ്തകം വായിക്കുന്ന വി ഡി സതീശനാണ്. യാനിസ് വാരൂഫാക്കീസ് ഗ്രീസിൽ ധനമന്ത്രിയായിട്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ധനമന്ത്രിയായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇട്ടേച്ച് പോകേണ്ടി വന്ന ഒരു ധനതത്വ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്ന ആ ഫോട്ടോ ആണ് എല്ലാവരുമായിട്ട് ഉപയോഗിക്കുന്നത്, കുറേ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. മമ്മൂട്ടിയോ മോഹൻലാലോ മമ്മൂട്ടിയാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അതാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു ധാരണയുണ്ട്. അതായത് വായനക്കാരനാണെങ്കിൽ ഒരല്പം കാൽപ്പനികരായിട്ടുള്ള ആളുകളായിരിക്കും, പ്രത്യേകിച്ചും കഥയും കവിതയൊക്കെ വായിക്കുന്നതാണ് കുറച്ച് കാൽപ്പനികരായിട്ടുള്ള ആളുകളായിരിക്കും എന്ന്. പക്ഷേ വി ഡി സതീശൻ വളരെ വളരെ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലക്കുള്ള വായന നടത്തിയ ആളാണ് എന്ന് ഇതിനകം തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് മാത്രമല്ല പറഞ്ഞത്, അങ്ങനെ കാൽപ്പനികമായിട്ടോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്വന്തം രാഷ്ട്രീയ ജീവിതത്തെ തന്നെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിനായിട്ട് സമയം കണ്ടെത്തുന്ന ആളാണ്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ സതീശൻ വായിക്കുന്നതൊക്കെ പരിഹാസത്തോടെയൊക്കെ ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നേർക്കുനേർ നിന്ന് തന്നെ അദ്ദേഹം വായിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്തിട്ട് വളരെ വളരെ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്ന നേരിട്ട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ പറയുന്ന വായന ഇപ്പം സ്റ്റാലിൻ്റെ പറ്റി സമീപം 2-3 വർഷം വന്നൊരു പുസ്തകമുണ്ട് സ്റ്റാലിനെ പറ്റി, സ്റ്റാലിൻസ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട്, ദി ഡിക്റ്റേറ്റർ ആൻഡ് ദ ബുക്സ് എന്ന് പറഞ്ഞിട്ട് 20,000 പുസ്തകത്തിൻ്റെ സ്വന്തമായിട്ട് ശേഖരമുള്ള ആളായിരുന്നു സ്റ്റാലിൻ. എന്ന് മാത്രം അത് വെറുതെ വീട്ടിൽ വെച്ചിരിക്കുകയായിരുന്നില്ല. ഓരോ പുസ്തകത്തിൻ്റെയും മാർജിനിൽ അദ്ദേഹം പേന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്, അതായത് മാർജിൻ നോട്ട്സ് ഉണ്ടല്ലോ, അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു ഗംഭീരനായിട്ടുള്ള വായനക്കാരനായിരുന്നു ഈ സ്റ്റാലിൻ. അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെന്തോ കാൽപ്പനികരായിട്ടുള്ള മനുഷ്യരായിട്ട് ഈ കാര്യങ്ങളെ നേർക്കുനേർ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ കാണാൻ ശേഷിയില്ലാത്ത ആളുകളായിട്ടല്ല അവർ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് കാണിച്ചു തരുന്ന ഒരാളായിട്ടാണ് വി ഡി സതീശനെ ഞാൻ ആ നിലക്ക് കാണുന്നത്. ഇത് എല്ലാം പറയുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ഫസ്റ്റ് ഡേ ആണ്, ആയിട്ടില്ല, സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നേ ഉള്ളൂ. ഇതെല്ലാം കൊണ്ട് അദ്ദേഹം മഹത്തായ ഭരണമായിരിക്കും കാത്തുവെക്കുക എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പൊന്നുമില്ല. കാരണം അത് കാലമാണ് തെളിയിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ തന്നെ അസംതൃപ്തരായിട്ടുള്ള നേതാക്കളുണ്ട് എന്നത് ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് ഇതുപോലൊരു സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെയും CPM എതിർക്കുന്ന, കേരളത്തോട് പ്രത്യേകമായിട്ടുള്ള ചില നോട്ടക്കാഴ്ചകളൊക്കെയുള്ള BJP അവിടെ നിൽക്കുകയും അവർ CPM കാലത്ത് തന്നെയും ഫണ്ട് തരാതിരിക്കുകയൊക്കെ ചെയ്ത കാലമുണ്ട്. ഇതെങ്ങനെ അതിജീവിക്കും വി ഡി സതീശൻ എന്ന കാര്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും ചിത്രമൊന്നുമില്ല. പിന്നെ പൂർണ്ണ സജ്ജമായിട്ടുള്ളൊരു പാർട്ടി അപ്പാടെ ഉണ്ടായിട്ടും ഇത്തരം കാര്യങ്ങളെയൊന്നും സാമ്പത്തികമായിട്ട് വരുമാനത്തെ കേന്ദ്രത്തിൽ നിന്ന് പൂൾ ചെയ്തെടുക്കാൻ ഇവിടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നാലും പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്രം വല്ലാതെ ഉപദ്രവിച്ചു എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്ന സാഹചര്യം ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു കാലത്ത് വി ഡി സതീശൻ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകും എന്നത് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണേണ്ടതാണെങ്കിലും ഈ അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഈ ദിവസം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നമ്മുടെ സവിശേഷതയാർന്ന ഈ സംസ്ഥാനത്തെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ എന്ന പദവി അദ്ദേഹത്തിന് കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കാനാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. ആ ആശംസകൾക്ക് ഫലമുണ്ടാകും മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നതിനേക്കാൾ കൂടുതൽ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഈ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് മതേതരമായിട്ടുള്ള സംഗതികൾ അദ്ദേഹം എടുത്ത നിലപാട്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതുപോലെ അങ്ങേയറ്റം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടിരുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനോട് ഒരു ഘട്ടത്തിലും പിൻവാങ്ങാതെയുള്ള നിന്ന അദ്ദേഹത്തിൻ്റെ നിൽപ്പിനെക്കുറിച്ച്, ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സംഗതികൾ ലോകത്തെമ്പാടും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനത്താൽ അതിൻ്റെ ശക്തിയാൽ ഭരിക്കുന്ന ഒരു ദേശീയ സർക്കാർ ഉള്ളപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു പേടി വേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന് ഇങ്ങനെ കുറേയേറെ കാരണങ്ങൾ കൊണ്ട് ഈ അവസാനം പറഞ്ഞ പോയിന്റിൽ ഞാൻ എതിർക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ശരിയായില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ അടയാളപരമായിട്ടുള്ള മൂല്യത്തെ ഞാൻ ആ നിലയ്ക്ക് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ലോകാന്തരീക്ഷത്തിൽ വെച്ച് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശന് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള ഒരു വരവായി വി ഡി സതീശനെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചതിന് കോൺഗ്രസ് പാർട്ടിയോട് സന്തോഷം രേഖപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായും ഇതിനകത്ത് വി ഡി സതീശൻ്റെ നീക്കങ്ങൾ അത് അതിലേക്കാണ് ഞാൻ തൽക്കാലം ഊന്നുന്നുള്ളൂ. കാരണം ബാക്കിയെല്ലാം സനീഷ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് ശരിയായ കാര്യങ്ങൾ. വി ഡി സതീശന് അനുകൂലമായ ഘടകങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത്, കാരണം ഈ പലതരത്തിൽ ആദ്യഘട്ടം മുതൽ ഉയർന്ന ചർച്ചകളിൽ എല്ലായ്പ്പോഴും ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത് എന്താണ്? പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമുള്ള ആൾക്കായിരിക്കും എപ്പോഴും മന്ത്രിസ്ഥാനം ലഭ്യമാവുക. അത് ഈ ദേശീയ നേതാക്കൾ തന്നെ വന്നു പോകുന്ന സമയത്തെല്ലാം അവർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതെല്ലാം ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുന്നതിന് വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിലുള്ള ജനവിധിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന MLA-മാരുടെ തീരുമാനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത് സ്ഥാപിച്ചെടുക്കാനും അത് ഹൈക്കമാൻഡിനെ ബോധിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ആ തീരുമാനം അങ്ങനെ വന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണ ഏതാണ് എന്നുള്ളതാണ്. അത് വിജയിച്ചു വന്ന MLA-മാരുടെ മുഴുവൻ പിന്തുണ എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ. അതിൽ കെ സി വേണുഗോപാലാണ് മുന്നിലെങ്കിൽ ഇവിടെ മുതിർന്ന നേതാക്കളോട് അവസാനമായി ചോദിച്ചു. തീർച്ചയായും AK ആൻ്റണിയുടെയും VM സുധീരൻ്റെയും K മുരളീധരൻ്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും നിലപാട് ഈ കാര്യത്തിൽ നിർണായകമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ VM സുധീരനും AK ആൻ്റണിയും അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചു. അതായത് ഈ തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇത് സംഘടനാ തീരുമാനം യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തിൻ്റെതായ ഒരു തീരുമാനം എന്ന നിലയ്ക്ക് വേണമെങ്കിൽ കൈക്കൊള്ളാം. പക്ഷേ വി ഡി സതീശന് അനുകൂലമായ ഒരു തീരുമാനം തൽക്കാലത്തെ കേരളീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് കേരളത്തിൽ ഹൈക്കമാൻഡിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അടക്കം പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിൽ ആയിരിക്കും സംഭവിക്കുക. അതിൻ്റെ ഒരു ബാക്കി പത്രം അതായിരിക്കും എന്നുള്ളത് ബോധിപ്പിക്കാൻ AK ആൻ്റണിയും VM സുധീരനും തയ്യാറായി എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ഇവരുടെ വാക്കുകളെ മുഖവിലേക്കെടുക്കാൻ ഹൈക്കമാൻഡും തയ്യാറായി. അതുകൊണ്ടാണ്, കാരണം ഇത് അർഹത എന്നുള്ളത് നമ്മൾ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ഇത് പൂർണ്ണമായും ഇതിൽ അർഹൻ വി ഡി സതീശൻ എന്ന മറ്റൊരു കൺക്ലൂഷനിലേക്കൊന്നും എത്താൻ പറ്റില്ല. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കിയാൽ രമേശ് ചെന്നിത്തല ആകെ കേരളത്തിലല്ല അദ്ദേഹത്തിൻ്റെ മൊത്തം കരിയർ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭരണതലത്തിൽ എത്ര കാലം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൃത്യം കണക്കെടുത്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകളൊന്നും അന്തം വിടും. കാരണം അദ്ദേഹം ഒരു 2.5 വർഷത്തിൽ കൂടുതൽ മന്ത്രിയായിരുന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യത്തെ തവണ അദ്ദേഹം 28ാമത്തെ വയസ്സിൽ മന്ത്രിയായതല്ലേ എന്ന് പറയും. 6 മാസമാണ് മന്ത്രിയായത്. അദ്ദേഹം ഒരുപാട് കാലം മന്ത്രിയായി എന്നുള്ളതാണ് തോന്നൽ. പിന്നീട് ഈ ആഭ്യന്തരമന്ത്രിയാവുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. അതെങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയാവുന്നത്? അതായത് NSSൻ്റെ ശക്തമായ ഇടപെടൽ കൂടി അദ്ദേഹത്തിന് സഹായകരമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഇടപെടൽ പോലും ന്യായമായ ഒരു ഇടപെടലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയർ എടുത്ത് നോക്കിയാൽ അദ്ദേഹം പരിമിത കാലമേ മന്ത്രിയായിരുന്നിട്ടുള്ളൂ. ബാക്കി KPCC പ്രസിഡൻ്റായി, MP ആയി, അങ്ങനെയൊക്കെ പലതരത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഭരണതലത്തിൽ അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് റാങ്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് 2.5 വർഷമാണ് ആകെപ്പാടെ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പുറത്ത് കെ സി വേണുഗോപാലിന് ഒരു 5 വർഷം കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഒക്കെ എല്ലാം കൂടെ ചേർത്തൊരു 5-5.5 വർഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശം വന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ 5 വർഷം ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഇവർക്ക് ആർക്കെങ്കിലും അമിതമായി കുറേ അധികാരങ്ങൾ കിട്ടി എന്ന് നമുക്ക് കരുതുക. സംഘടനയിൽ ചില സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും വി ഡി സതീശൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കെ സി വേണുഗോപാൽ KSU പ്രസിഡൻ്റായി 90-ൽ വരുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് 89-ലെ തെരഞ്ഞെടുപ്പിൽ 89-ൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഞാനായിരിക്കും KSU പ്രസിഡൻ്റായി വരിക എന്നുള്ള ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അത് നടക്കാതെ പിന്നീട് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടന്ന് കെ സി വേണുഗോപാൽ പ്രസിഡൻ്റാകുമ്പോൾ കമ്മിറ്റിയിൽ നിന്ന് തന്നെ, ഭാരവാഹി പട്ടികയിൽ നിന്ന് തന്നെ വി ഡി സതീശനെ വെട്ടിക്കളഞ്ഞു. അത് ഞാൻ ഒരു കാലത്തും മറക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശൻ. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചടികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ടില്ല, മന്ത്രിസ്ഥാനം ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള തിരിച്ചടികൾ നേരിട്ട് നമുക്ക് മുന്നിൽ തിരിച്ചടികൾ നേരിട്ട ഒരാൾ എന്നുള്ള ഒരു പ്രതീതി വി ഡി സതീശൻ്റെ കാര്യത്തിലുണ്ടായി. മറ്റുള്ളവർ അങ്ങനെ വല്ലാതെ അനുഭവിച്ചിട്ടുള്ള ആളുകളല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവരെല്ലാവരും തുല്യ അവകാശമുള്ളവരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം നയിച്ച ഒരാൾ വി ഡി സതീശൻ മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മത്സരിച്ചു എന്നതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ചെയ്ത ഒരബദ്ധം. അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ
ഇവിടെ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള 1.5 വർഷക്കാലം ഞാൻ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് പദ്ധതി എന്ന് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നുണ്ടായിരുന്ന എതിർപ്പ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നിസ്സാരമായി ചിലപ്പോൾ മുഖ്യമന്ത്രിയാവാൻ പോലും കഴിഞ്ഞേനെ. പക്ഷേ അദ്ദേഹം അങ്ങനെ ആ ഘട്ടത്തിൽ ഒരുപക്ഷെ അന്ന് ആ ആലോചനയ്ക്ക് നിന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷണം വേണോ, ആ ഡൽഹിയിലെ ആ MP സ്ഥാനം ഒഴിവാക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി. അതാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള KC വേണുഗോപാലിൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തിരിച്ചടിയായത്. ഇനി VD സതീശനെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ മുന്നോട്ട് വച്ചിരിക്കുന്ന, അതായത് സാധാരണ പ്രകടന പത്രിക എന്നുള്ളത് ഒരു ഇരുമ്പുലൊക്കെയായി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു രീതി UDFന് മുമ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ പ്രകടന പത്രികയെ പാലിച്ചേ മതിയാവും. കാരണം കഴിഞ്ഞ 10 വർഷം LDF പ്രകടന പത്രിക മുന്നോട്ട് വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പ്രകടന പത്രികയിൽ ഇത്രയും കാര്യങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെച്ച് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നടപ്പാക്കിയെന്ന് പറയുമ്പോൾ അത് ശീലമായിട്ടുണ്ട്. ആ ശീലത്തിൻ്റെ ഒരു തുടർച്ച അങ്ങനെ ചില കാര്യങ്ങളിൽ ആളുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ ആ തുടർച്ച ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ തിരിച്ചടി ഉണ്ടാവും. അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളൊക്കെ ഈ പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായി കേരള ജനത ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിലപാടുകളെല്ലാം ഇനി അദ്ദേഹത്തിൻ്റെ ഭരണമാണ് കാണാനിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയും ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം നന്നായി ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇനി ഇത് ഭരണതലത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പാക്കാനാവും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കും. ആ പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇനി കേരളമാകെ സതീശൻ അനുകൂല സന്തോഷ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ കോൺഗ്രസിൽ അസംതൃപ്തിയും പുകയുന്നുണ്ട്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുണ്ടായിട്ടും മുഖ്യമന്ത്രി തർക്കത്തിൽ തിരിച്ചടി നേരിട്ടതിൻ്റെ നിരാശയിലാണ് KC വേണുഗോപാൽ ക്യാമ്പ്. VD സതീശനെ അഭിനന്ദിക്കുന്നതിനൊപ്പം നിരാശ മറച്ചുവെക്കാനും KC വേണുഗോപാലിനായിട്ടില്ല. എന്നാൽ കടുത്ത ഭാഷയിലായിരുന്നു KC വേണുഗോപാൽ പക്ഷത്തെ നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി തർക്കത്തിൽ കടുത്ത അതൃപ്തിയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നിത്തല തലസ്ഥാനം വിട്ടു. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാനും ചെന്നിത്തല തയ്യാറായില്ല. നമുക്ക് ചില ബൈറ്റുകൾ പരിശോധിക്കാം. ഹൈക്കമാൻഡ് തീരുമാനത്തെ അംഗീകരിച്ചും എന്നാൽ മുഖ്യമന്ത്രി പദവി സ്ഥാനത്തേക്ക് തഴയപ്പെട്ടതിൽ നിരാശ മറച്ചുവെക്കാതെയുമായിരുന്നു KC വേണുഗോപാൽ പ്രതികരിച്ചത്. പാർട്ടിക്കപ്പുറം ഇമേജൊന്നും തനിക്കില്ല എന്ന് VD സതീശനെതിരെ KC ഒളിയമ്പുമുണ്ടായി. പാർട്ടിയാണ് എനിക്കെല്ലാം. പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഇമേജ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറുമില്ല, പോകാറില്ല. പാർട്ടി പ്രവർത്തകന് വേദന ഉണ്ടാകുമ്പോൾ അതിൻ്റെ മനസ്സും വേദനിക്കും. പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എനിക്കും വരും. ജനങ്ങളും പാർട്ടിയോടൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ. അതും കൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. രമേശ് ചെന്നിത്തലയുടെ പിൻവാതിൽ വഴിയുള്ള മടക്കത്തെക്കുറിച്ച് നിയുക്ത MLA ജ്യോതികുമാർ ചാമക്കാല വിശദീകരിച്ചു മാധ്യമങ്ങളോട്. മാധ്യമങ്ങൾ കാത്തുനിന്ന വാതിലിൽ കൂടി അല്ലാതെ മറ്റൊരു വഴിയിലൂടെ മടങ്ങിയേ എന്നേ ഉള്ളൂവെന്നും നേരത്തെ നിശ്ചയിച്ച ഗുരുവായൂർ യാത്രക്കായാണ് മടങ്ങിയതെന്നും ചാമക്കാല പറഞ്ഞു. ഇത്രയും ബഹളവും ഇതൊക്കെ ഉള്ളപ്പോൾ അത് ഒഴിവാക്കി പോയി. സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം പോയി. നിങ്ങളൊരു വഴി കാത്തുന്നു, അദ്ദേഹത്തിന്റെ വീടിന്റെ തന്നെ മറ്റൊരു വഴിയിലൂടെ പോയി. നാളെ 1-ാം തീയതിയാണ് ഗുരുവായൂർ. എല്ലാ 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നതാണ്. അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. കാരണം വൈകുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ യാത്ര പോയി. നേരത്തെ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അദ്ദേഹം പിണങ്ങിയെന്ന് ഏതെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന എല്ലാ 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ആളാണ്. ഗുരുവായൂരിലെ യാത്രയിലേക്കാണ്. ഞങ്ങൾ ഇപ്പോഴും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, എപ്പോഴും സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശൻ ക്യാമ്പിനെതിരെ ആഞ്ഞടിച്ച് KC പക്ഷം രംഗത്തെത്തി. KC വേണുഗോപാലിനെ വെറുക്കപ്പെട്ടവനാക്കുന്ന തരത്തിൽ സംഘടിത സൈബർ ആക്രമണം നടന്നുവെന്ന് നിയുക്ത MLA പഴകുളം മധു പറഞ്ഞു. മുൻകാല പ്രവർത്തനങ്ങളെ മാനിക്കാതെ KCയെയും ചെന്നിത്തലയെയും ആക്രമിച്ചെന്നും അതിനായി PR വർക്ക് നടത്തിയെന്നും നിയുക്ത ചടയമംഗലം MLA MM നസീറും പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടു കൂടി കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും പൊതുവെയും ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഇത്തരം നറേറ്റീവ്സിനെ, ഇത്തരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ കണ്ടെത്തണം, അത് ഡിഫ്യൂസ് ചെയ്യണം. അതിൽ മുളയിൽ നുള്ളിയില്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയം തന്നെ മലീമസമായി പോകും. ഈ 3 നേതാക്കന്മാരിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വളരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലും അതുപോലെ ഒരു ഭാഗം മാധ്യമങ്ങളിലും കഴിഞ്ഞ ഒരു മാസക്കാലമായി വലിയ ദുഷ്പ്രചാരണം നടക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വലിയ ഒരു PR വർക്കുണ്ട്.
അതിൻ്റെ പിന്നിൽ ബോധപൂർവമായി കേരളീയ സമൂഹത്തിൻ്റെ ചിന്തകളെ മാറ്റുന്ന നിലയിൽ ഇവരുടെ എല്ലാം മുൻകാല പ്രവർത്തനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിലേക്കുള്ള ഒരു വലിയ കുപ്രചരണം നടത്തിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് AICC തീരുമാനമെടുത്തതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. സമഗ്രമായ ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ കാലവിളംബം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു കാലവിളംബം ഉണ്ടായിട്ടില്ല. കെ.സി. വേണുഗോപാലിനെ അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം MLA-മാരും അതുപോലെ ജനപ്രതിനിധികൾക്കും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഈ കാര്യത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനമെടുത്തത്. കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും പ്രശംസിച്ചുകൊണ്ടായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതികരിച്ചത്. തന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനും നേതാവുമാണ് കെ.സി. വേണുഗോപാലെന്നും അദ്ദേഹം തനിക്ക് എല്ലാ പിന്തുണയും നൽകിയെന്നും സതീശൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല തന്റെ കൂടി നേതാവാണെന്നും വിജയത്തിൽ അദ്ദേഹത്തിനും പങ്കുണ്ടെന്നും സതീശൻ വ്യക്തമാക്കി. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. എൻ്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. അതാണ് കോൺഗ്രസ് പാർട്ടിക്കകത്തെ കാര്യങ്ങൾ. അതായത് ഇതിനകത്ത് ഹർഷ, എനിക്ക് തോന്നി ഇന്നിപ്പോൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാവൂ എന്നൊരു തോന്നലൂടെ ഉണ്ട്. പക്ഷേ കാണാവുന്നൊരു തോന്നലൂടെ ഞാൻ എന്നോട് പറഞ്ഞത് കൊണ്ടുകൂടെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഈ പഴകുളം മധുവും ജ്യോതികുമാർ ചാമക്കാലയൊക്കെ കാണിച്ച അവരുടെ ഒരു നിലപാടുണ്ടല്ലോ, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഇങ്ങനെ 10 ദിവസത്തോളം കാത്തുനിന്ന് വി.ഡി. സതീശനാണ് എന്ന അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, അവസാന നിമിഷം വരെയും ഒരാൾക്കും അറിയില്ലായിരുന്നു, അവർക്കും അറിയില്ലായിരുന്നു ആരാണ് വരുന്നത് എന്ന്. ഇതിപ്പോൾ നമ്മൾ ചില ഈ ഓസ്കറിലൊക്കെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോഴാണ് ആളുകൾ അറിയുക, അയ്യോ ഞാനാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നറിയുന്നത്. അതുപോലെയാണ് ഇത്തവണത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നത്. മാധ്യമങ്ങൾക്ക് പോലും അവസാന ഘട്ടത്തിൽ മാത്രമാണ് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പാണ് മനസ്സിലായത്. അപ്പോഴും സ്വന്തം ഗ്രൂപ്പ് നേതാവിനോട്, അല്ലെങ്കിൽ തനിക്ക് ആരാധനയുള്ള നേതാവിന് വേണ്ടിയിട്ട് ഈ പരാജിത നിമിഷത്തിലും അവർ എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് സംസാരിച്ചു. പ്രത്യേകിച്ചും പഴകുളം മധു ആ ഘട്ടത്തിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ കെ.സി. വേണുഗോപാലിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ജ്യോതികുമാർ ചാമക്കാലയും സമാനമായ നിലപാടെടുത്തു. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയല്ലേ കാണേണ്ടത്. അത് വലിയ ഒരു മുന്നോട്ട് പോക്കിൽ ഭരണത്തെയൊക്കെ തടയുന്നൊരു കാര്യമായിട്ട് മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അത് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്താൽ ഈ സ്വഭാവത്തിൽ തന്നെയാണ്. അതായത് വിവിധ ഗ്രൂപ്പുകളായി നിന്ന് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. അതായത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, അതായത് വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴുള്ള ഒരു പ്രത്യേകത, ഗ്രൂപ്പ് ആധിപത്യം തൽക്കാലം ഇത്തവണ നടന്നില്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തവണ വളരെ രസകരമായ ഒരു ചതുരംഗ കളിയിലൂടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി എന്ന് മാത്രം കരുതിയാൽ മതി. കാരണം ഈ ആളെണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെസ്സ് കളിക്ക് ആളെണ്ണം ചിലപ്പം ഇപ്പുറത്ത് തോക്കുന്നയാളുടെ കയ്യിലായിരിക്കും ആൾ കൂടുതലുണ്ടാവുക, പക്ഷേ നിന്നന്തിപ്പിൽ ചിലപ്പോൾ തോറ്റുപോകും. അതുപോലെയാണ് കെ.സി. വേണുഗോപാലിന് സംഭവിച്ചത്. മത്സരരംഗത്ത് മുന്നിലുണ്ടായിരുന്ന ആൾ ആ കണക്ക് നോക്കിയാൽ കെ.സി. വേണുഗോപാല. പക്ഷേ ഇതിലെന്താണ്, ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള ഒരു വിജയം എന്ന മട്ടിൽ ഇതിനെ പ്ലേസ് ചെയ്യാനും വി.ഡി. സതീശന് കഴിഞ്ഞു. അത് നല്ല കാര്യമാണ് ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ. കാരണം അദ്ദേഹം സ്ഥാനമേൽക്കുമ്പോഴും അതിനു മുമ്പും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കില്ല, ഞാനൊരു ഗ്രൂപ്പ് യോഗത്തിന് പോവില്ല, ഞാൻ ഗ്രൂപ്പിൻ്റെ ആളല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയാവുന്നത് അദ്ദേഹം ഹരിത MLA-മാരെന്നൊക്കെ പറഞ്ഞ് പല പാർട്ടികളിലുള്ള MLA-മാരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആ നിലയ്ക്കുള്ള പ്രവർത്തനം. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, ശ്രേയാംസ് കുമാർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർത്തിട്ടുള്ള ഹരിത MLA-മാർ എന്നുള്ള ആ ഗ്രൂപ്പാണ് ആകെപ്പാടെ ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് നോക്കിയാലുള്ള ഒരു ഗ്രൂപ്പ്. പിന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് കെട്ടിപ്പടുക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം മെനക്കെട്ടില്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സ്വാഭാവികമായും അധികാരസ്ഥാനത്തോട് ഒരു ചായ്വ് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്കും നേതൃനിലയിലേക്കുള്ളവർക്കും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതുണ്ടായില്ല. പിന്നെ അതുണ്ടാവാതിരിക്കാനുള്ള ശ്രമം കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ. കാരണം കെ.സി. വേണുഗോപാൽ ഇപ്പുറത്ത് ബ്ലോക്ക് തലം മുതൽ ഗ്രൂപ്പ് കെട്ടിപ്പടുത്തു എന്നുള്ളതാണ് വി.ഡി. സതീശൻ്റെ ഹൈക്കമാൻഡിന് മുന്നിലുള്ള ആരോപണം. അപ്പോൾ അങ്ങനെ സമാന്തരമായി അദ്ദേഹം ഗ്രൂപ്പൊക്കെ കെട്ടിപ്പടുത്തിട്ടുണ്ടാകും. പക്ഷേ വി.ഡി. സതീശൻ അതിന് മെനക്കെട്ടില്ല. പിന്നെ അതിന് മെനക്കെട്ടാൽ ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുക എന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട്
അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം കൂടി നടത്തിയാൽ പ്രതിപക്ഷ നേതൃപദവിയിലെ പെർഫോമൻസ് താഴെ പോകുമെന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അതിന് വേറെ ഗ്രൂപ്പ് മാനേജർമാർ വേണം, ഒരു സംവിധാനങ്ങളൊക്കെ വേണം. ഇവിടെ ആകെപ്പാടെ ഉണ്ടായിരുന്നത് നൗഷാദ് അലി, ഷിയാസ്, അങ്ങനെ 1-2 പേരാണ് വി ഡി സതീശനൊപ്പം ആകെപ്പാടെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷിയാസ് ആവേശ കമ്മിറ്റിക്കാരനാണ്. പക്ഷേ ഇപ്പുറത്ത് നൗഷാദ് അലി വളരെ തന്ത്രശാലിയായ ഒരു മാനേജറാണ്. അത് വാസ്തവമാണ്. അതായത് ഒരു ഗ്രൂപ്പ് മാനേജ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കല്ല അതിനെ കണക്കാക്കേണ്ടത്. ഈ ഇവരൊക്കെ ആരോപിക്കുന്ന ഈ പൊതുബോധം ഉണ്ടായി വി ഡി സതീശൻ അനുകൂലമായി എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് ഈ മൊത്തം ചർച്ചകളെയും സാഹചര്യങ്ങളെയും ഒക്കെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് നൗഷാദ് അലിക്കൊരു വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഇത് ആദ്യമായാണ് മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു ഉറച്ച നിലപാട്, അതായത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടു പിന്നാലെ ഒരു എന്താണ് ഇത്, അത് പറഞ്ഞു വെക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ ഇതാണ് ആ പൊതുബോധത്തിനനുസരിച്ച് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ആയിരിക്കും തീരുമാനമുണ്ടാവുക എന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ പൊസിഷൻ ഇതാണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുകയും ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തത് ആദ്യമായാണ്. മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കുന്നത് എങ്ങനെയാണ്? കെ കരുണാകരനെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടി എ ഗ്രൂപ്പ് അന്ന് മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൂടി എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഒരു സർക്കാർ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ന ആളോടാണ് ഞങ്ങൾക്ക് താല്പര്യമെന്ന് മുസ്ലിം ലീഗ് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായതിന് പിന്നിലും നൗഷാദ് അലിയുടെ കരങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ആസൂത്രണം, അതായത് ഈ വലിയ ഗ്രൂപ്പ് മാനേജർമാർ അപ്പുറത്ത് നിൽക്കുമ്പോഴും അതിനെ ഈ മട്ടിൽ ഇദ്ദേഹം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇതെല്ലാം കൂടി കൊണ്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ ഓരോരുത്തരുടെയും പ്രതികരണം, ഈ വികാര പ്രകടനങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ട്. ഇപ്പോൾ കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന MLA-മാർ ആ വികാര പ്രകടനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവരാരും ഒറ്റയടിക്ക് ഇനി അങ്ങോട്ട് പിൻവാങ്ങി മുഖ്യമന്ത്രിക്കൊപ്പം അങ്ങ് നിന്നേക്കാം എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും പെട്ടെന്ന് എല്ലാവരും കൂടെ പോവുകയുമില്ല. കോൺഗ്രസിൻ്റെ ചരിത്രം അതല്ല. മുഖ്യമന്ത്രി അപ്പുറത്തിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കരുണാകരനൊപ്പം വലിയൊരു സംഘം MLA-മാർ ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അധികാര സ്ഥാനത്ത് തന്നെയാണ് കെ സി വേണുഗോപാലിനൊപ്പം ഇനിയും MLA-മാർ ഉറച്ചു നിൽക്കുന്നത്. അതിനകത്ത് ഒരു കാര്യമുള്ളൂ പക്ഷേ, അതായത് ഈ കോൺഗ്രസ് CPM-നകത്ത് പാർട്ടി അപ്പാടെയാണ് ഗ്രൂപ്പ്. ഈ പിണറായി വിജയൻ അങ്ങനെ നിൽക്കാം. പക്ഷേ ഇവിടെ ഗ്രൂപ്പില്ല എന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്ന് ഭവിക്കാൻ പോകുന്നത് നമ്മൾ കണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ഇത്രയും തിരിച്ചടിയുടെ നേരത്ത് പോലും ഒപ്പം നിൽക്കുന്ന മറ്റ് നേതാക്കൾ, സഹപ്രവർത്തകരാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വി ഡി സതീശൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരു വിഷയം കൂടെ ചർച്ച ചെയ്യേണ്ട, അത് വായിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രിയെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെയാണെന്നും ഇനി മുസ്ലിം ലീഗ് ഭരണത്തിൽ പിടിമുറുക്കും എന്ന് ഉറപ്പാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സതീശനേക്കാൾ യോഗ്യൻ ചെന്നിത്തലയാണ് എന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. ഈ തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. ഇത് വളരെ കഷ്ടമായി പോയി. വി ഡി സതീശൻ നേതൃസ്ഥാനത്തെത്തിയതിന് പിന്നാലെ മുസ്ലിം ലീഗിനെതിരെ SNDP-യും വിമർശനം ഘടിപ്പിച്ചു. ലീഗ് സമ്മർദ്ദ ഗ്രൂപ്പായി കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. UDF വിജയത്തിന്റെ രാജശില്പി KC ആണെന്നും ചെന്നിത്തല ഭാഗ്യദോഷിയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ലീഗിനായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകും. രണ്ടാമത്തെ ഏറ്റവും പ്രബല കക്ഷി അവരാണ്. പണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് എന്നൊരു സമ്മർദ്ദ ഗ്രൂപ്പായി നിന്നുകൊണ്ട് അവർ പറയുന്നതെല്ലാം നടത്തിയെടുക്കാനുള്ള ശേഷിയും അവർക്കുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് മെയ്വഴക്കമുള്ള ഒരാളാണ്. എല്ലാവരും ഇപ്പം തന്നെ ഇത് ഭരണകക്ഷി എത്ര നാളിത് യോജിച്ചു പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്നാൽ അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് ഹൈക്കമാൻഡിന് മുന്നിൽ നിലപാട് പറഞ്ഞതെന്നും സാമുദായിക സന്തുലിതാവസ്ഥ തകർക്കുന്ന പരാമർശങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും MK മുനീറും പറഞ്ഞു. സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി AICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുകയാണ്. ഒരു നല്ല ഭരണം നടത്തുവാൻ തീർച്ചയായിട്ടും സതീശന് സാധിക്കും. ടീം UDF ആണല്ലോ. സതീശൻ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ സമയങ്ങളിലും അദ്ദേഹം പറഞ്ഞ
വാക്ക് അതാണ്. തീർച്ചയായിട്ടും ടീം UDFൻ്റെ തന്നെ ഒരു ഭരണമായിരിക്കും ഇനി അടുത്ത 5 വർഷക്കാലം ഇനി തുടർന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന അദ്ദേഹത്തിന് ആശംസകൾ നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതേസമയം മറ്റ് ഇതിൽ ചർച്ചയിൽ വന്നിട്ടുള്ള KC ആവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, അവരൊന്നും ഒരു പ്രാപ്തിയില്ലാത്തവരാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും. സമുദായ നേതാക്കൾക്ക് കീഴ്പ്പെടാത്ത നേതാവാണ് സതീശൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനും പറഞ്ഞു. കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്നവർക്ക് അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോയി തൻകാര്യം നേടുന്ന പല സാമുദായിക പ്രമാണിമാരുണ്ടല്ലോ. അവരുടെ ഒന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അവർക്ക് കീഴ്പ്പെടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച അതാണ് സതീശന് ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. എന്താ ഇപ്പോൾ ഈ പലതരം പ്രതികരണങ്ങൾ കണ്ടല്ലോ, എന്ത് തോന്നുന്നു? അല്ല, ഇതിനകത്ത് ഈ മുസ്ലിം ലീഗിനെതിരെ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് സുകുമാരൻ നായരാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ നേരത്തെ മുതൽ തന്നെ പറഞ്ഞു തുടങ്ങിയാണ്. അതിനുള്ള തിരിച്ചടിയാണ് ജനം കൊടുത്തത് UDFന് വലിയ വിജയമായിട്ട്. മുസ്ലിം ലീഗ് 47 കൊല്ലമായിട്ട് UDFൻ്റെ ഭാഗമാണ്, അവരുടെ അവിഭാജ്യ ഘടകമാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പാർട്ടിയാണ്. മുസ്ലിം ലീഗിനോട് ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ട് ചോദിക്കും, ഹൈക്കമാൻഡ് അവരുടെ അഭിപ്രായം പറയും, അല്ല ഹൈക്കമാൻഡിനോട് ഇവരെ അഭിപ്രായം പറയും. അപ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ടാണ് ഈ സതീശനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് BJP ഉടനടി തന്നെ പോസ്റ്റ് ഇട്ടു. കെ സുരേന്ദ്രൻ BJP കേരളം എന്ന ഫേസ്ബുക്ക് പേജിൽ, ഔദ്യോഗിക പേജിൽ ഈ കാര്യം കൊണ്ട് വന്നു. അത് പ്രചരിപ്പിച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെ ആകപ്പാടെ ഈ പറയുന്നൊരു മതപരമായിട്ടൊക്കെ വിഭജിച്ചേക്കാമെന്ന് BJP വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കില്ല എന്നവർ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ UDFനൊപ്പം കാണുന്നത് 47 വർഷമായിട്ടുണ്ട്. ഈ 2 വർഷമായിട്ട് 2 ടേമായിട്ട് 10 കൊല്ലമായിട്ട് അധികാരത്തിന് പുറത്തിരുന്നിട്ട് പോലും, അതായത് കോൺഗ്രസിന് ക്ഷീണം പറ്റിയപ്പോഴും ഇവർക്ക് ലീഗിന് വലിയ ക്ഷീണമൊന്നും പറ്റാതെ ഇരുന്നപ്പോൾ പോലും ലീഗ് ക്ഷമയോടുകൂടി UDFനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അവർ പറയുന്നതിനുള്ള കാരണങ്ങൾ പൊതുജനം ആകപ്പാട് ആവശ്യപ്പെടുന്നതിന് അതേ കാരണങ്ങളാണ്. കാരണം VD സതീശനായിരുന്നു ഇതിനെ നയിച്ചത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്ന എന്തെങ്കിലും പൊതുജനം ഈ വോട്ട് ചെയ്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതൊന്നും അല്ലാത്ത ആളുകളുമൊക്കെ CPMകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ട് ചെയ്തല്ലോ ഇത്തവണ UDFന്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന അതേ കാരണങ്ങളാണ് മുസ്ലിം ലീഗും പറയുന്നത് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന്. അത് ആ കാര്യം മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം ഹൈക്കമാൻഡിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ പതാക ഉയർത്താൻ മടി കാണിച്ച താഴേക്ക് വെച്ചേക്കെന്ന് പറഞ്ഞ അതേ ഹൈക്കമാൻഡ് ഈ കാര്യം വസ്തുതാപരമാണ് എന്നതുകൊണ്ടാണല്ലോ അവർ ആ തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെ ചീത്ത വിളിക്കുകയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുസ്ലിം ലീഗിനോട് വിമർശനങ്ങളുണ്ട്, CPM വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണ് എന്ന് തന്നെ പറയുന്ന, വർഗീയ സംഘടനയാണ് എന്ന് തന്നെ പറയുന്ന ആളുകളാണ് CPM. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ എന്ന നിലപാട് CPMകാരിൽ അതിൽ തന്നെ ഏറ്റവും ചെറുപ്പക്കാർ ഇപ്പം തന്നെ എടുത്തു. ഈ ശിവപ്രസാദ് ഉണ്ടല്ലോ, SFIയുടെ സംസ്ഥാന നേതാവ് ശിവപ്രസാദ് ഉടനടി തന്നെ പോസ്റ്റ് ഇട്ടു. ഇത് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് ആണ് സതീശനെ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞിട്ട് BJPക്കാർ പ്രചരിപ്പിച്ചിട്ട് കേരളത്തിലാകെ ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ, അത് കാസയുടെയും BJPയുടെയും പരിപാടിയാണ് എന്ന് ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ പോലും ഉടനടി പോസ്റ്റ് ഇട്ടു. എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ സതീശൻ മുഖ്യമന്ത്രിയായി എന്നത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയമായ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതിനകത്ത് സകല നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും നാനാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള മനുഷ്യരും ആണും പെണ്ണും എല്ലാം വോട്ട് ചെയ്തിട്ടാണ് ഈ വിധിയിലേക്ക് എത്തിച്ചത്. അതിൽ അവർക്ക് തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VD സതീശൻ മുഖ്യമന്ത്രിയാവുക എന്നതാണ്. അതിനൊപ്പം ഉറച്ചു നിന്നു മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് അതിനുള്ള സകലമാന അവകാശമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പേരിൽ മുസ്ലിം എന്നുണ്ട് എന്നതുകൊണ്ട് അതൊരു തീവ്രവാദി പാർട്ടിയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങൾക്കാകെ അറിയാം. ഈ ഭരണമൊക്കെ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അതാതിൻ്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഹർഷ, അല്ലാതെ ഈ പറയുന്ന BJP മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ ഈ കേരളത്തിൻ്റെ മനസ്സറിയാവുന്ന ആളുകളാണ്. 92 വയസ്സോ മറ്റോ ഉണ്ട് SNDP അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശന്.
അത്ര തന്നെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യം, കേരളത്തിൽ ജീവിച്ചിട്ടുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുമുണ്ട്, സുകുമാരൻ നായർക്കുണ്ട്. അവർ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവർ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വ്യതിചലനങ്ങൾ ഉള്ള ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ ആളുകൾ വരുമെന്ന് വിചാരിക്കുകയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അത് മാത്രമല്ല, ഞാൻ ഈ സുകുമാരൻ നായരുടെ ഈ പ്രയോഗങ്ങളെല്ലാം കേട്ടപ്പോൾ ഇതിലെന്താണ് അദ്ദേഹത്തിൻ്റെ അവകാശം എന്നുള്ളത് അന്വേഷിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വെറുതെ ഈ കണക്കൊന്ന് എടുത്ത് നോക്കി. അതായത് ഈ സാമുദായികമായി എങ്ങനെയാണ് ഇത്തവണത്തെ വോട്ട് നില എന്നുള്ളത് ടുഡേയ്സ് ചാണക്യയുടെയും ആക്സിസ് മൈൻഡിയുടെയും ഒക്കെ അങ്ങനെ പല കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ച് ഞാൻ അതിനെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതായത് മൊത്തം മുസ്ലിം ജനസംഖ്യ, മുസ്ലിം വോട്ടുകൾ അങ്ങനെ തന്നെ പറയണമല്ലോ, മുസ്ലിം വോട്ടുകളിൽ എത്ര വോട്ടുകൾ അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ എത്ര ശതമാനം UDF ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏതാണ്ട് 17-18%. ഏത് മൊത്തം ജനസംഖ്യയുടെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 17-18% സംഭാവന ചെയ്തിട്ടുണ്ട് ആ സമുദായ വിഭാഗം എന്നുള്ളത് നമുക്ക് കാണാം അതിനകത്ത്. അതുകൂടി ചേരുന്നതാണല്ലോ ഈ കണക്കുകൾ, അതങ്ങനെ തന്നെ പറഞ്ഞു പോകണം. ഒരു 9%, 8-9% ആ മൊത്തം ജനസംഖ്യയുടെ 8-9% പ്രാതിനിധ്യം ഈ വോട്ടിങ്ങിലൂടെ മുസ്ലിം സമുദായം ഇടതുമുന്നണിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് UDF LDF വലിയ സംഭാവന ചെയ്യുന്ന ഒരു സമൂഹമായി അത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ വിഭാഗത്തെയും പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിൽ അതിൻ്റെ കേരളത്തിൻ്റെ മൊത്തം പ്രാതിനിധ്യ സ്വഭാവം എടുത്ത് നോക്കിയാൽ 9-10% വോട്ട് അവരുടെ ഇത് UDF പോകുന്നുണ്ട്, 5-6% LDF പോകുന്നുണ്ട്, 1.5-2% വോട്ട് ഇത്തവണ NDAക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്ക് മാത്രം നോക്കിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈഴവ തീയ വിഭാഗത്തിൻ്റെ വോട്ട് നോക്കിയാൽ 12% LDF. അത് സ്വാഭാവികമാണ്, അതങ്ങനെ പോയിട്ടുണ്ട്. 6% UDF പോയിട്ടുണ്ട്, 6% NDAക്ക് ഇത്തവണ പോയിട്ടുണ്ടാവും. അതേസമയം നായർ സമുദായത്തിൻ്റെ നമ്മൾ വോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 6.7% മൊത്തം ജനസംഖ്യയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ആ പ്രാതിനിധ്യ സ്വഭാവത്തിലേക്ക് അതിനെ ചേർത്ത് നിർത്തി കഴിയുമ്പോൾ 6.7% NDAക്ക് പോയിട്ടുണ്ട്, 3.5% LDF പോയിട്ടുണ്ട്, 4.5% UDF പോയിട്ടുണ്ട്. അതായത് മൊത്തം പ്രാതിനിധ്യ സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട സാമുദായിക വിഭാഗങ്ങളിൽ ഏറ്റവും കുറച്ച് സംഭാവന ആ നിലയ്ക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ NSSൻ്റെയാണ്, അല്ലെങ്കിൽ നായർ സമുദായത്തിൻ്റെതാണ് എന്ന് പറയാം. ആ സംഭാവന UDF കൊടുത്തതിന് ശേഷം, അതായത് 4% മൊത്തം ഇതിൽ ഈ 100% കേരളീയ ജനസംഖ്യയുടെ ആനുപാതിക പ്രാതിനിധ്യമായി എടുത്തു നോക്കിയാൽ 4% സംഭാവന UDF ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹമാണല്ലോ അതിൽ തീരുമാനിക്കുന്നതെന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം തന്നെ പോപ്പ് എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു ഘട്ടത്തിൽ. എന്നിട്ട് ഈ ആകെപ്പാടെ 4% കൊടുത്തിട്ട് 18-19% പ്രാതിനിധ്യം UDF ഉറപ്പാക്കിയ സമുദായത്തെ നോക്കിയിട്ടാണ് ഇനി ഇവന്മാർ തീരുമാനിച്ചു കളയും എന്നുള്ളതിൽ അല്ലാതെ വേവലാതിപ്പെടുന്നത്. അവർ തീരുമാനിക്കണം, അല്ലാതെ ആര് തീരുമാനിക്കേണ്ടത്? ലീഗിന്റെ ഒരു മുദ്രാവാക്യം വിളി വലിയ എന്തോ കുഴപ്പമാണെന്ന് മുദ്രാവാക്യം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞങ്ങളാണ് ഭരിക്കുക എന്നൊരു രാഷ്ട്രീയ പാർട്ടി വിജയിച്ചതിന് ശേഷം പറയുന്നത് എന്ത് തെറ്റാണ് ആ പറയാം. പക്ഷെ അതിനുശേഷം ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും ചീത്ത വിളിച്ച് മുദ്രാവാക്യം അതിൽ ആ നടപടി സ്വീകരിച്ചത് നന്നായി, അത് അനാവശ്യമാണ്. പക്ഷേ ഇവർ ഇത്രയും വോട്ട് ചെയ്ത് ഒപ്പം നിന്നവർ അവരുടെ പങ്കാളിത്തം ഒന്നാമത് ആനുപാതിക പ്രാതിനിധ്യമോ പ്രാദേശിക പ്രാതിനിധ്യമോ ഇതൊന്നും പാലിക്കാതെയാണ് കേരളത്തിൽ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും തീരുമാനങ്ങൾ എടുക്കുക, അവസരങ്ങൾ കൊടുക്കുക. അതുതന്നെ ശരിയല്ല. ഈ കാര്യത്തിൽ ഇത്രയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളതൊന്ന് ആശ്വസിക്കാം. നീണ്ട 11 ദിവസം നീണ്ടുന്ന ചർച്ചകൾ, അണികളുടെ പ്രതിഷേധങ്ങൾ, ഫ്ലെക്സ് വയ്ക്കലുകൾ, തകർക്കലുകൾ, കത്തിക്കലുകൾ, ഒടുക്കം VD സതീശൻ കേരളത്തിൻ്റെ 13ാം മുഖ്യമന്ത്രിയായി വരികയാണ്. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായ സതീശനെ തഴഞ്ഞ് ഇനി മുന്നോട്ട് പോകാനാവില്ലെന്നും ജനവികാരം അവഗണിച്ച് മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും AICC വിലയിരുത്തി. കോൺഗ്രസിലെ പതിവ് രീതികളെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഉള്ള ഈ സുപ്രധാന തീരുമാനമാണ് മുഖ്യമന്ത്രി തർക്കത്തിൽ AICC കൈക്കൊണ്ടത്. നേതാക്കളുടെ ഇഷ്ടങ്ങളും MLA-മാരുടെ പിന്തുണയും ജനവികാരത്തെ മറികടക്കാൻ പോകുന്നതല്ലെന്ന തീരുമാനത്തിലേക്ക് ഒടുവിൽ AICC എത്തിച്ചേർന്നു. കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് തീരുമാനമാണ് AICC എടുത്തതെന്ന് വ്യക്തം. ഗ്രൂപ്പ് കളികൾക്കും വെട്ടിനിരത്തലുകൾക്കും വഴങ്ങാത്ത ജനങ്ങൾ ആഗ്രഹിച്ച ഒരു നേതാവെന്ന പരിവേഷത്തിലാണ് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും അതൃപ്തി നിശബ്ദമായ യുദ്ധപ്രഖ്യാപനമാണെന്ന് വിലയിരുത്തുന്നവരും നിരവധിയാണ്. കോൺഗ്രസിൽ ഇനി വരാനിരിക്കുന്നത് പൊട്ടിത്തെറികളുടെ നാളുകളാണെന്നും പ്രചാരണമുണ്ട്. എന്നിരുന്നാലും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാൻ VD സതീശന് സാധിക്കുമോ എന്നും സാമുദായിക നേതാക്കൾ ഉയർത്തുന്ന കനത്ത എതിർപ്പ് മറികടക്കാനാകുമോ എന്നും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് നമുക്ക് കാണാം.